സമയം രാവിലെ 7 മണി. എണീറ്റിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, നോക്കാം. നമ്മൾ എടുക്കുന്നത് പീസാൻ്റെ കേട്ടോ, പീസാൻ്റെ തേപ്പിനുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ട്രെയിലർ കുടുങ്ങിയത്. ഒരാഴ്ച നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു, പണിയില്ലാത്തതുകൊണ്ട്. നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ചെറിയൊരു ലോക്കൽ കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മഴക്കാലത്ത് നമ്മൾ പണിയില്ലാണ്ടായി കഴിയുമ്പോൾ ചിലത് നടന്നു പോകാൻ തന്നെ ഭയങ്കര പാടാണ്. പോരാത്തതിന് വണ്ടിക്ക് അടവ് അത് ഇതൊക്കെ വരുമ്പോൾ കുറച്ചധികം ടൈറ്റിലാവും നമ്മളെല്ലാവരും. ഇന്ന് നമ്മൾ പീസാൻ്റെ എടുക്കുന്നത് തേപ്പിനുള്ളത്. ഇതിവിടെ കാട്ടുകുളത്തേക്ക് തന്നെ, അടുത്ത് ലോക്കലോട്ടാണ്. ഇന്നൊരു 2 ലോഡ് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ബായി എണീറ്റില്ലാന്ന് തോന്നുന്നു. മഴയായതുകൊണ്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ബായി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ബായിനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ തേപ്പിന് 2 ടൈപ്പ് മണലുണ്ട്. ഒന്ന് ഈ കാണുന്നത്, ഒന്ന് തൊട്ടപ്പുറം ഉള്ളത്. ഇതിൽ ഈ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ സിൽവർ സാൻഡ് എന്ന് പറയും. നമ്മുടെ താഴെ മുക്കം താമരശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നതാണ് ഇത് സിൽവർ സാൻഡ്. അത് നമ്മുടെ കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഇവിടെ സെക്കൻഡായിട്ട് കൊടുക്കുന്നത്, ഇത് ഫസ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതിന് ഒരടിക്ക് 74 രൂപയും അതിന് ഒരടിക്ക് 70 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. ഇവിടെ ഇപ്പം നിലവിൽ ഈ ആടിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇപ്പോൾ കുറച്ചുള്ള ഈ ഒരു സിൽവർ സാൻഡ്, അതായത് സിൽവറിൻ്റെ പീസ് സാൻഡ് മാത്രമേ ഉള്ളൂ. തേപ്പിനുള്ള മണ്ണ് മാത്രമേ ഉള്ളൂ. ബാക്കി കാണുന്ന പീസ് സാൻഡ്, ഡസ്റ്റ്, പിന്നെ 40, 6, 12, എം സാൻഡ്, മെറ്റൽ എല്ലാ സാധനവും കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഇവർക്ക് യാത്രാ ചെലവും പിന്നെ ഫൈന് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കർണാടകത്തിൽ നിന്നാണ് അടുത്ത്. കേരളത്തിൽ പോയിട്ട് ചുരം കയറി വരുമ്പോഴേക്കും കണ്ടമാനം ചെക്കിങ്ങും RTO പിടിച്ച് പിഴിഞ്ഞിലും എല്ലാം കൂടെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ദൂരവും കുറവാണ്. സമാധാനത്തിൽ ഒരു ദിവസം 2 ട്രിപ്പ് എടുത്തിട്ട് വരികയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ വയനാട്ടിലുള്ള എല്ലാ വണ്ടികളും ഇപ്പോൾ നേരെ പോകുന്നത് കർണാടകത്തിലോട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ഗെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റിന് എംസാൻഡും മെറ്റലൊക്കെ ഇറക്കിയ സൈഡിലേക്കാണ്. നമ്മുടെ കാട്ടിക്കുളം ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. ആ സൈഡിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് അവിടെ തേപ്പ് തുടങ്ങുകയാണ്. ഭായിമാരൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. എന്തായാലും നമുക്ക് മൊത്തം ലോഡാക്കി ഫുള്ള് തട്ടി ലെവലാക്കി. ഇത് ലെവലാക്കുമ്പോൾ നമ്മൾ ഫുള്ള് ചവിട്ടി ലെവലാക്കുന്നുണ്ട്. എന്നാലേ സൈഡിലെത്തുമ്പോഴേക്കും ലോഡ് കാണുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചാടിച്ചാടി അവിടെ എത്തുമ്പോഴേക്കും ബേക്കിലൊന്നും ലോഡും ഉണ്ടാവില്ല, ലോഡ് ഇരിക്കും. ഈ പൊടി ഐറ്റംസ് ആകുന്നുണ്ട് എങ്ങനെയായാലും ലോഡ് ഇരിക്കും. വണ്ടീൻ്റെ ചാട്ടത്തിൽ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ലോഡ് ഇരിക്കും. ചില ആടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചവിട്ടൂല. അവരാ ബോഡീനെ മേലെ കൂടെ നടക്കും. അപ്പോൾ അവർക്ക് സാധനം അത്രയും ലാഭം കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവരാ ബോഡീനെ മേലെ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ക്രഷറിലൊക്കെ ആണെങ്കിൽ നല്ല ലോഡ് കിട്ടും. ഇവിടെയൊക്കെ യാർഡ് ഇവർ കൊണ്ടുവന്ന് ഇറക്കി കയറ്റുന്നതുകൊണ്ട് പരമാവധി അവർക്ക് ലാഭം ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും പറഞ്ഞ് പരമാവധി വേക്കോശാണ് മെയിനായിട്ട് താന്നു പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ പരമാവധി പറഞ്ഞ് ചവിട്ടിച്ചിട്ട് തന്നെയാണ് നമ്മളും കയറ്റുന്നത്. ഇല്ലെങ്കിൽ സൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാർട്ടിയായിട്ട് ചെറിയ ഒരു വഴക്കിനൊരു ഇട വരും. കാരണം അവർ പറയും ലോഡ് കുറവാണ്, നമ്മൾ പറയും ലോഡ് ഉണ്ട് എന്ന്. അതൊക്കെയാണ് ഈ ഫീൽഡിൽ മെയിനായിട്ടൊരു വെല്ലുവിളിയായിട്ടുള്ളത്. എന്തായാലും ലോഡായിട്ട് നമുക്ക് പോവാം. ഇനിയിപ്പോൾ സ്കൂൾ ടൈമൊക്കെ ഉള്ളതുകൊണ്ട് 8:30 മുന്നേ ലോഡ് തട്ടിയിട്ട് എവിടെയെങ്കിലും സൈഡാക്കണം. 8:30 കഴിഞ്ഞാൽ പിന്നെ 10 മണി വരെ വണ്ടിയിൽ ടിപ്പറൊന്നും റോട്ടിൽ കാണാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ നിയമം. അപ്പോൾ എന്തായാലും ബൈ ലെവലാക്കട്ടെ, നമുക്ക് നോക്കാം. ഇന്നലെ ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു വെയിലുണ്ടായിരുന്നു, മഴ കുറവായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ വേറെ വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വണ്ടി ഡസ്റ്റ് എടുക്കാനാണ് വന്നത്, പാറപ്പൊടി.
നമ്മുടെ വണ്ടി ദിവസം ലോഡായി പുള്ളി ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ട്, ലെവലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനന്തവാടി, കാട്ടിക്കുളം, മൈസൂർ സ്റ്റേറ്റ് ഹൈവേ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ആടുന്ന കാട്ടിക്കുളത്ത് ഏകദേശം ഒരു 4-4.5 കിലോമീറ്ററാണ് ഈ ആടുന്ന കാട്ടിക്കുളത്തേക്ക് ദൂരം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കാട്ടിക്കുളം ടൗണിലേക്ക് കയറുക. അപ്പോൾ തിരക്കൊന്നും ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. നമുക്കിനി ഇവിടുന്ന് ഒരു 4 കിലോ പ്ലാസ്റ്റിക് മേടിച്ചിട്ട് പോകാൻ. കാരണം ഇത് ലോഡ് ഇറക്കാനും അത് മൂടാനൊക്കെ 2 കിലോ പ്ലാസ്റ്റിക് വേണം. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടി കേട്ടോ. അവർ പറയും മേടിച്ചിട്ട് വരാൻ, നമ്മൾ മേടിച്ചിട്ട് ചെല്ലും. ഒരു കടയുണ്ട്, ഇവിടുന്ന് മേടിക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മളവിടുന്ന് ചവിട്ടി ഫില്ലായിക്കൊണ്ടുവന്ന സാധനമായി കാണുന്നത് കണ്ടോ. ബേക്ക് വശം കുറച്ച് ഇരുന്നു. ഇവിടെ കേട്ടോ നമ്മുടെ സൈറ്റ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ലോഡറാക്കിയ സ്ഥലം. അത് മേലെ കോൺക്രീറ്റ് കഴിഞ്ഞേ ഉള്ളൂ.